ദൂരയാത്ര പോകുമ്പോൾ രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഒരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ. അങ്ങനെതാ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ. ഇന്നിതാ നമ്മുടെ പാലക്കാട് സൈറ്റിലേക്കാണ് പോകുന്നത്. ഞാനും സഫീർക്കുണ്ട് കൂടെ. മണ്ണാർക്കാട് അലനല്ലൂർ റൂട്ടിൽ റോഡ് പണീൻ്റെ ഭാഗമായിട്ട് മരമൊക്കെ മുറിച്ച് ലെവലാക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതാ ഡ്രൈനേജിൻ്റെ വർക്കും നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റോഡ് നന്നായിട്ട് കാണട്ടെ എന്നാട്ടോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെതാ മുണ്ടൂരെത്തിയപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടോ. അർജുനേട്ടനും കൂടി ഉണ്ടായിരുന്നു നമ്മൾ കൂടെ. അങ്ങനെതാ ഇനി അങ്ങോട്ട് അർജുനേട്ടനാട്ടോ വണ്ടി ഓടിക്കുന്നത്. എനിക്കിനി റെസ്റ്റാണ്. ആളുള്ളപ്പം ആൾ തന്നെയാണ് മാക്സിമം വണ്ടി ഓടിക്കാറ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. അങ്ങനത്തെ സൈറ്റിലെത്തി. സൈറ്റിൽ നിന്നുള്ള കാഴ്ചയായിട്ടോ കാണുന്നത്. വളരെ ഭംഗിയായിട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ സൈറ്റ്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം കാറ്റും കൂടിയാണ്. സൈറ്റിൽ പണിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ്. സഫീർക്കതേ പണിക്കാർക്ക് പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ലെങ്കിലും ഞാനിതേ അതിലൂടെ തിരിഞ്ഞളിച്ച് നടക്കുന്നുണ്ട്. ഉച്ചയായപ്പോൾ വിശപ്പിൻ്റെ വിളി നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങളെല്ലാവരും പോയത് മലബാർ ഹോട്ടലിലേക്കാണ്. എല്ലാവരും മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനത്തെ മന്തി എത്തിയ പാടിതാ ഷെമീർക്ക അറ്റാക്ക് തുടങ്ങിയിട്ടോ. വന്ന പാടിന് ആളിതാ റൈസും ചിക്കനെല്ലാം ഇട്ട് നല്ല കേറ്റാണ്. അങ്ങനെതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു കേട്ടോ. ഷെമീർക്ക നാട്ടിലേക്ക് പോരുന്നുണ്ട്. ഇനി അങ്ങോട്ട് അർജുനേട്ടനും ഷെമീർക്കാണ് കേട്ടോ വണ്ടി മാറി എടുക്കുന്നത്. എന്നോട് പറഞ്ഞ് ഈ റെസ്റ്റ് എടുത്തു വന്നും പറഞ്ഞ്. പാലക്കാട് എത്തിയപ്പോൾ അത്യാവശ്യത്തിനുള്ള മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പാലക്കാട് മാത്രമായിരുന്നു മഴ ഉണ്ടായിരുന്നത്. മണ്ണാർക്കാട് എത്തിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് കുമരമ്പത്തൂരായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 കാടമുട്ടയും ഒരു വിത്തൗട്ട് ചായ ആയിട്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഫീർക്ക പൊക്കുവടയും. അങ്ങനെ രാത്രി വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ദോശയും മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ.